എല്ലാവർക്കും ഇൻസൈറ്റ് PSCയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയുടെ റാങ്കിംഗ് ആണ്. 2025 ജനുവരി മുതൽ ഓഗസ്റ്റ് വരെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്കിംഗ് ആണ്. ഇത് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. നിങ്ങൾ തുടക്കം മുതൽ ഒടുക്കം വരെ കാണുക. ഉറപ്പായിട്ടും ഇതിൽ നിന്ന് ഒരു മാർക്ക് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളിലേക്ക് ആദ്യത്തെ പഠിക്കുന്നതാണ് ഗ്ലോബൽ പീസ് ഇൻഡെക്സ്. ഒന്നാം സ്ഥാനം വയ്ക്കുന്ന ഐസ്ലൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 115 ആണ്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ ഇൻഡെക്സിൻ്റെ പേരെന്താണ്? ഗ്ലോബൽ പീസ് ഇൻഡെക്സ്, സമാധാനം അല്ലേ. 19ാമത്തെ എഡിഷൻ ആയിരുന്നു ഉണ്ടാകുന്നത്. 19ാമത്തെ എഡിഷനാണ് ഈ ഒരു ഇൻഡെക്സിനുണ്ടാകുന്നത്. 19ാമത്തെ എഡിഷൻ ആയിരുന്നു. ഇന്ത്യയുടെ റാങ്ക് 115 ആണ്. ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 115 ആണ്. ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം ആരാണ്? ഐസ്ലൻഡ് ആണ്. പഠിച്ചു വെക്കുക. ഒന്നാം സ്ഥാനം ആരാണ്? ഐസ്ലൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 115 ആണ്. ഇന്ത്യയുടെ സ്കോർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.29 ആണ്. ഇന്ത്യയുടെ സ്കോർ 2.29. ഏഷ്യൻ രാജ്യങ്ങളിൽ വെച്ച് ഒന്നാം സ്ഥാനം സിംഗപ്പൂരിനാണ്. ഏഷ്യൻ രാജ്യങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനമാണ് സിംഗപ്പൂരാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഗ്ലോബൽ പീസ് ഇൻഡെക്സ് സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 115. ഒന്നാം സ്ഥാനം ഐസ്ലൻഡിനാണ്. ഇനി ഇത് ഏത് സംഘടനയാണ് പുറത്തുവിടുന്നത്? ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസ് എന്ന് പറഞ്ഞ സംഘടനയാണ് ഇത് പുറത്ത് വിടുന്നത്, ഈ റിപ്പോർട്ട് പുറത്തു വിടുന്നത്. ഇനി ഐസ്ലൻഡ് തുടർച്ചയായിട്ട് ഒന്നാം സ്ഥാനം വരുന്ന ഒരു രാജ്യം കൂടിയാണ്. ഐസ്ലൻഡ് തുടർച്ചയായിട്ട് ഒന്നാം സ്ഥാനം വരുന്നതാണ്. ഇനി അടുത്തയിലേക്ക് പോവാം. ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സ് 2025 പ്രകാരം 77ാമത്തെ റാങ്കാണ്. ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 77. ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ 2025 ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 77. ഒന്നാം സ്ഥാനമുള്ളത് സിംഗപ്പൂരാണ്. ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സ് ഓർഗനൈസേഷനാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത്. അപ്പോൾ ഹെല്ലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 77. അടുത്തിലേക്ക് പോവാം. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമിംഗ് ഇൻഡെക്സ് ആണ് അടുത്തത്. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമിംഗ് ഇൻഡെക്സ് തിരിഞ്ഞു പോലെ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമിംഗ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 10 ആണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 10 ആണ്. ആദ്യത്തെ 1, 2, 3 സ്ഥാനങ്ങൾ ഒരു രാജ്യങ്ങൾക്കും ഇല്ല എന്ന കാര്യത്തോടെ ഓർത്തുക. 1, 2, 3 രാജ്യങ്ങൾക്ക് ഇല്ല. അപ്പോൾ നാലാമത് ആരാണ്? ഡെൻമാർക്കാണ്. 4ാം സ്ഥാനം ഏതാണ്? ഡെൻമാർക്കാണ്. നമ്മൾ പഠിച്ച ഏതാണ്? ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമിംഗ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 10ാം സ്ഥാനം. ഇന്ത്യയുടെ സ്ഥാനം 10 ആണ്. 1, 2, 3 സ്ഥാനങ്ങൾ ഒരു രാജ്യങ്ങൾക്കും ഇല്ല. ദെൻ 4ാം സ്ഥാനമുള്ളത് ഡെൻമാർക്കിനാണ് എന്ന കാര്യം കൂടെ അറിഞ്ഞു വെക്കുക. ഇനി അടുത്തയിലേക്ക് വരാം. ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചു വെച്ചുക. ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സ് 2025 റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് അല്ലേ. ക്ലൈമറ്റ് റിസ്ക് അല്ലെങ്കിൽ കാലാവസ്ഥ അപകട സൂചികയിൽ 2025 ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 6ാം സ്ഥാനം. ഒന്നാം സ്ഥാനമാണ് ഡെൻമാർക്കിനാണ്. ഒന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് ഡെൻമാർക്കിനാണ്. നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ചത് ഏതായിരുന്നു? ക്ലൈമറ്റ് ചേഞ്ചിങ് പെർഫോമിംഗ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 10 ആണെങ്കിൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 6 ആണ് എന്ന കാര്യം ഓർക്കുക. 6ാമത്തെ സ്ഥാനമാണ്. അടുത്തയിലേക്ക് പോകാം. അടുത്താണ് ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2025. ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2025 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 131 ആണ്. ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 131 ആണ്. അപ്പം ഇൻഡെക്സിൻ്റെ പേരെന്താണ്? ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് ആണ്. ഇന്ത്യയുടെ റാങ്ക് 131. ഐസ്ലൻഡ് ആണ് ഒന്നാം സ്ഥാനം ഉണ്ടായിരുന്നത്. ഒന്നാം സ്ഥാനം ഐസ്ലൻഡ് തൊട്ടു മുമ്പ് നമ്മൾ പഠിച്ചായിരുന്നു. ഏതായിരുന്നു? സമാധാന സൂചികയിലും ഐസ്ലൻഡ് ആണ്. അതിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 115 ആയിരുന്നു സമാധാന സൂചികയിൽ ഉണ്ടായിരുന്നത്. ഇതാണ് ജെൻഡർ ഗ്യാപ്പിൽ വരുമ്പോൾ എത്രയാണ്? 131 ആണ്. ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 131 ആണ് എന്ന കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കണം. ഒന്നാം സ്ഥാനം ഐസ്ലൻഡിനാണ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നത് വേൾഡ് എക്കണോമിക്സ് ഫോറം ആണ്. ഇനി അടുത്തിലേക്ക് വരാം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണ് 2025 പ്രകാരമുള്ള റിപ്പോർട്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ ഇന്ത്യയുടെ സ്ഥാനം 99 ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇന്ത്യ 100-നകത്ത് വരുന്നത്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൽ ഇന്ത്യ ആദ്യമായിട്ടാണ് 100-നകത്ത് വരുന്നത്. സോ അതുകൊണ്ട് ഇത് പഠിച്ചു വെച്ചേക്കുക. ഒന്നാം സ്ഥാനം ഫിൻലൻഡിനാണ്. അപ്പോൾ ഏതൊക്കെ സ്ഥാനങ്ങളാണെന്ന് നോക്കാം. ഫിൻലൻഡ് ഒന്നാം സ്ഥാനം, 2ാം സ്ഥാനം സ്വീഡൻ, 3ാം സ്ഥാനം ഡെൻമാർക്കാണ്. എങ്കിൽ ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്ന സംഘടന ഏതാണ്? അത് UN സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സൊല്യൂഷനാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നത്. ഇനി അടുത്തയിലേക്ക് പോകാം.
വേൾഡ് എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് 2025 ഇന്ത്യയുടെ സ്ഥാനം 71. വേൾഡ് എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 71. ഒന്നാം സ്ഥാനം സ്വീഡനാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 71. ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നത് വേൾഡ് എക്കണോമിക്സ് ഫോറമാണ്. ഇനി പ്രസ് ഫ്രീഡം ഇൻഡെക്സ് അല്ലേ, പത്രസ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ എത്രയാണ്? ഇന്ത്യയുടെ സ്ഥാനം 151. പത്രസ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 151. ഒന്നാം സ്ഥാനം നോർവേയാണ്. 180 രാജ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 151 അല്ലേ. 151 ഓർത്ത് വെക്കുക. എന്താണ്? 2 സൈഡിൽ നിന്ന് പ്രസ് ചെയ്യാമെന്ന് ഓർക്കുക. അല്ലേ, 5 പ്രസ് ചെയ്യാമെന്ന് ഓർക്കുക. അപ്പോൾ ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 151 എന്ന കാര്യം ഇവിടെ അറിഞ്ഞു വെക്കുക. ഇനി അടുത്തിലേക്ക് വരാം. വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2025 ഏതാണ്? ഫിൻലൻഡാണ് ഒന്നാം സ്ഥാനം. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 118. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം നോക്കേ, ഇൻഡെക്സിൻ്റെ പേരെന്താണ്? വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 118. ലോകത്ത് ഒന്നാം സ്ഥാനമുള്ളത് ഏതാണ്? ഫിൻലൻഡാണ് ഒന്നാം സ്ഥാനമുള്ളത്. ഇനി എത്ര രാജ്യങ്ങളുണ്ട്? 147 രാജ്യങ്ങളിലാണ് ഇന്ത്യയുടെ സ്ഥാനം 118 വന്നേക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ എത്രാമത്തെ സ്ഥാനം? അഫ്ഗാനിസ്ഥാനാണ് ഏറ്റവും അവസാനത്തെ സ്ഥാനം. അഫ്ഗാനിസ്ഥാനാണ്. അപ്പം 118. നമ്മൾ തൊട്ട് മുമ്പ് 115 പഠിച്ച ഓർമ്മയുണ്ടോ? 115 എന്തായിരുന്നു? 115 സമാധാന സൂചികയിലായിരുന്നു 115 ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ്? 118 എന്തിൽ വന്നത്? ഹാപ്പിനെസ് ഇൻഡെക്സിൽ എത്ര വന്നിരിക്കുന്നത്? 118 എന്ന കാര്യം ഇവിടെ അറിഞ്ഞു വെക്കുക. അടുത്തതിലേക്ക് പോവാം. വേൾഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് മാനവ വികസന സൂചിക അല്ലേ, 193 രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ സ്ഥാനം 130 ആയിട്ടുണ്ട്. നേരത്തെ 133 നിന്ന് 3 സ്ഥാനം മെച്ചപ്പെടുത്തി എന്ത് ചെയ്ത് 130 ഒന്നാം സ്ഥാനം ഐസ്ലൻഡാണ്. അപ്പോൾ ഐസ്ലൻഡ് ഏതൊക്കെ സ്ഥാനങ്ങളിലാണ് ഒന്നാം സ്ഥാനം വന്നതെന്ന് ഓർമ്മയുണ്ടോ? 1 സമാധാനം, 2 ഏതായിരുന്നു? 2 ജെൻഡർ ഗ്യാപ്പ്, 3 ഏതാണ്? നമ്മളിപ്പം പറഞ്ഞ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിലും ഐസ്ലൻഡാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. ഓർമ്മയുണ്ടല്ലോ. അടുത്തതിലേക്ക് പോകാം. ഓക്കെ, കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ 2024 റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 96. 180 രാജ്യങ്ങളിൽ 96ാമത്താണ് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 96. ഡെൻമാർക്കാണ് ഒന്നാം സ്ഥാനമുള്ളത്. ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 96. ഡെൻമാർക്ക്. ഫിൻലൻഡ് 2ാം സ്ഥാനം. 3 സിംഗപ്പൂരാണ് എന്ന കാര്യം ഇവിടെ അറിഞ്ഞു വെക്കുക. ഇനി അടുത്തിലേക്ക് പോയാലോ. അടുത്തതിലാണ് ഗ്ലോബൽ ടെററിസവുമായിട്ട് ബന്ധപ്പെട്ട് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 14. പഠിച്ചു വെക്കുക. ഗ്ലോബൽ ടെററിസം ആഗോള ഭീകരവാദ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 14. ബുർക്കിന ഫസോയാണ് ഒന്നാം സ്ഥാനമുള്ള രാജ്യങ്ങൾ. ഏറ്റവും കൂടുതൽ ടെററിസം ഉള്ള ഒരു രാജ്യം കൂടിയാണ് ബുർക്കിന ഫസോ. അതാണ് ഒന്നാം സ്ഥാനത്തായിട്ട് ഉള്ളത്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 14 എന്ന കാര്യം ഇവിടെ അറിഞ്ഞു വെക്കുക. അടുത്ത ഇൻഡെക്സിലേക്ക് പോകാം. വേൾഡ് എയർ ക്വാളിറ്റി ഇൻഡെക്സ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5ാം സ്ഥാനമാണ്. വേൾഡ് എയർ ക്വാളിറ്റി ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5ാം സ്ഥാനമാണ്. ഓർത്ത് വെക്കുക, 5ാം സ്ഥാനമാണ്. ഇനി ലോകത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മലിനീകരണമുള്ള നഗരമാണ് ബർണിഹട്ട് എന്ന് പറയുന്ന നഗരം. ഇന്ത്യയിൽ ബർണിഹട്ട് എന്ന് പറഞ്ഞാൽ ബർണിഹട്ട് മേഘാലയയിലാണ്. ഈ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കി. ഈ 5 രാജ്യങ്ങൾക്ക് ഇന്ത്യക്ക് മുകളിലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ചാഡ്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ഓക്കെ, പിന്നെ ഇതാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. ഇതാണ് ഒന്നാം സ്ഥാനം ചാഡ്, 2 ബംഗ്ലാദേശ്, 3 ഏതാണ്? പാകിസ്ഥാൻ, 4 ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, 5 ഇന്ത്യയുടെ സ്ഥാനം. ഇനി തലസ്ഥാനങ്ങളുടെ നഗരം എടുക്കുകയാണെങ്കിൽ തുടർച്ചയായിട്ട് 6ാം വർഷവും ഡൽഹിയാണ് അല്ലേ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മലിനീകരണമായിട്ടുള്ള തലസ്ഥാന നഗരം പറയുകയാണെങ്കിൽ അത് ഒന്നാം സ്ഥാനം ആരാണ്? ഡൽഹി തന്നെയാണ്. അടുത്തതിലേക്ക് പോവാം.
ഓക്കെ, ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം, അത് ആ റിപ്പോർട്ട് ഇന്ത്യയിൽ നിന്ന് ഉള്ളതിൽ 9ാം സ്ഥാനമാണ് ഡൽഹിക്കുള്ളത് കേട്ടോ. 9ാം സ്ഥാനമാണ് ഡൽഹിയിൽ. 1ാം സ്ഥാനം അറ്റ്ലാന്റയാണ്. അറ്റ്ലാന്റ എവിടെയാണ്? US-ലാണ്. ഓക്കെ, ഏറ്റവും കൂടുതൽ തിരക്കേറിയ വിമാനത്താവളത്തിലെ 9ാം സ്ഥാനം നേടിയിട്ടുണ്ട് ആര്? ഡൽഹി എയർപോർട്ട് എന്ന കാര്യം ഇവിടെ അറിഞ്ഞു വെക്കുക. ഇനി അടുത്തിലേക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ള നഗരം ഏതാണ്? ഇൻഡോറാണ്. മധ്യപ്രദേശിലെ ഇൻഡോറാണ് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരം. അത് 8ാം തവണയാണ് ഈ ഒരു പൊസിഷനിലേക്ക് ഇൻഡോർ എത്തുന്നത്. അടുത്തിലേക്ക് പോകാം. ഓക്കെ, ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് തയ്യാറാക്കുന്ന ആരാണ്? നീതി ആയോഗാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓൾറെഡി PSC ചോദിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സിൽ 1ാം സ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സുകളാണ് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻഡെക്സ് തയ്യാറാക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം. ആരോഗ്യ ഫാക്ടേഴ്സുകളുണ്ട്, ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സർവകലാശാലകൾ, ഓക്കെ, തുടങ്ങിയ കാര്യങ്ങളെല്ലാം മെച്ചപ്പെട്ട പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അതിൽ 1ാം സ്ഥാനം കിട്ടിയത് ഏതാണ്? ഒഡീഷയാണ് എന്ന കാര്യം കൂടെ അറിഞ്ഞു വെക്കുക. അടുത്തേക്ക് പോകാം. ഓക്കെ, മാനേജ്മെൻറ്റ് എഫക്റ്റീവ്നെസ്സിനകത്ത് സംസ്ഥാന സർക്കാരുകളുടെ മാനേജ്മെൻറ്റ് എഫക്റ്റീവ്നെസ് ഇവാലുവേഷനിൽ മികച്ച പ്രകടനം 2020 മുതൽ 2025 വരെ റിപ്പോർട്ട് പ്രകാരം കേരളമാണ് എന്ന കാര്യം കൂടെ അറിഞ്ഞു വെക്കുക. കേരളമാണ്. ഓക്കെ, അടുത്തതിലേക്ക് പോയാലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ലോക സാമ്പത്തിക പൊസിഷനിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4ാം സ്ഥാനമാണ്. ഓക്കെ, അടുത്തിടെ ജർമ്മനിയെ മറികടന്ന് ഇന്ത്യ എത്രാം സ്ഥാനത്തെത്തി? 4ാം സ്ഥാനത്തെത്തി. അപ്പോൾ ഏതൊക്കെയാണ്? USA, ചൈന, ജപ്പാൻ, ഓക്കെ, തുടങ്ങിയ രാജ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4 എന്ന കാര്യം ഇവിടെ ഓർമ്മ വേണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്തൊരു കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കുക.